ലേബർ റൂമിൽ ഭാര്യയെ പ്രസവിക്കാനായിട്ട് കിടക്കുമ്പോ അഭിനയിക്കാൻ പോയ ഒരാളെ ഒരു നടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്തായിരുന്നു ശരിക്കും? ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ ആയിരുന്നു രേഖാചിത്രത്തിന്റെ ഷൂട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, അതെ. അത് കാരണം വെച്ചാൽ ഞങ്ങൾ ശരിയാണ്. രാവിലെ പുള്ളിക്കാരി ചെറിയൊരു പെയിനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു പ്രതീക്ഷയൊന്നുമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്നാലും സെറ്റിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. നേരെ ചെല്ലുന്നു. അപ്പോഴത്തേനും അവിടെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ, ഏകദേശം സമയമായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല, കാരണം അത്രയും പേര് അവിടെ വെയിറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ആക്കി. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ അമ്മയും അളിയനും ഒക്കെ കൂടി വന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവുമല്ലോ, മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. എങ്കിലും നേരെ അങ്ങോട്ട് ഓടി. എന്നാലും പുള്ളിക്കാരി ഒരു പ്രചോദനമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞു വിട്ടോ, കുഴപ്പമൊന്നുമില്ല, ബാക്കി ഇവിടെ ഡീൽ ചെയ്തോളാം. കാരണം പുള്ളിക്കാരിക്ക് അങ്ങനെ പറയാം, മറ്റൊന്നുമല്ല, ഇത് ഞങ്ങൾ ഒന്നാമത്തെ അല്ല, മൂന്നാമത്തെയാ. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പ്രശ്നമല്ല. അതെ, അതെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ശരിക്കും നല്ലൊരു ടെൻഷനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അന്നേരമൊന്നും സംഭവമൊന്നും ആയില്ല. ഷൂട്ട് കഴിഞ്ഞു അപ്പം തന്നെ ഞാൻ വിട്ടുപോയി. കോസ്റ്റ്യൂം ഒന്ന് മാറി കൊടുത്തേ ഉള്ളൂ, മേക്കപ്പ് ഒന്നും അടിച്ചില്ല. അതിന് മുമ്പേ ഞാൻ വിടുന്നു. നേരെ വിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതിനും ലേബർ റൂമിൽ നിന്ന് ഇറക്കാറായി. കുഞ്ഞുവാവ ഉണ്ടായി, അവ ഇറക്കാറായി. മേടിച്ചത് ഞാൻ എന്തായാലും കറക്റ്റ് ചെന്നു, കറക്റ്റ് ഓടിയെത്തി. ഞാൻ വന്നു, കറക്റ്റ് ആയിട്ട് വന്നു.